അങ്ങനെ മോനെ കൊണ്ടുപോയി ഈ ആളിനെ അടക്കിയ സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ 3-4 നടത്തിച്ചിട്ട് കൊണ്ടുവന്ന് തറയിലോട്ട് കിടത്തിയിട്ട് അവരെന്തോ മന്ത്രം ചൊല്ലി, അറബി ഭാഷയിൽ എന്തോ ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു വെറ്റിലെടുത്ത് ഇതൊക്കെ പുരട്ടി. എന്നിട്ട് ഈ വെറ്റില അവരിങ്ങനെ മടക്കിയാൽ ഈ പയ്യൻ ഇങ്ങനെ വടി പൊങ്ങുന്ന പൊങ്ങ വരും. നമ്മുടെ ശരീരത്തിൽ എന്നിട്ടാൽ ഈ ഇടക്കെട്ടിന്റെ അവിടെ വളഞ്ഞു പോകത്തില്ലേ, ഇത് പൊങ്ങാൻ സാധ്യത അതുപോലെ തിരിച്ചു പോവാം. അപ്പൊ ഇവര് ചൊല്ലി ആത്മാവ് വന്ന ഉടനെ ഈ പയ്യൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ 15 വയസ്സുള്ള ആളിന്റെ ശബ്ദം 52 വയസ്സുള്ള ആളുടെ ആയി മാറി. അപ്പൊ വിധവസ്ത്രീ ഓടി വന്നു, സാറേ ഇതെന്റെ ഭർത്താവിന്റെ ശബ്ദമാണ്. കാര്യം ഈ മരിച്ചുപോയ ആളുടെ ശബ്ദം ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കട പൊട്ടി വരുമ്പോ എന്റെ എന്റെ മടിക്കുത്തിലായി 9,500 രൂപ ഉണ്ടായിരുന്നു. 2 പേരും പൈസ പിടിച്ചുപറിക്കാൻ നോക്കി. ഞാൻ പിടിച്ചിരിക്കാൻ നോക്കിയപ്പോൾ ഒരാൾ എന്നെ കുത്തി താഴെ ഇട്ടു. പൈസ എടുത്തൊന്ന് പോയി സാറേ. ഈ 52 വയസ്സുള്ള ശബ്ദത്തിൽ ഈ പയ്യൻ പറയാ അതിൽ ഒരാളിനെ എനിക്ക് മനസ്സിലായി സാറേ, മറ്റാളിനെ മനസ്സിലായില്ല. ഒരാൾ ഇന്നാരായിരുന്നു. അപ്പൊ കേസും തെളിയാത്തോണ്ട് ഈ കുറ്റവാളികൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. അത് കഴിഞ്ഞപ്പോ ആത്മാ പറഞ്ഞു, അയ്യോ എന്നെ ഞങ്ങളെ ഈ പാതാളത്തിൽ നിന്ന് വിളിച്ചു വരുത്തത് വലിയ സങ്കടമാണ്. അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, അയ്യോ കേസ് എറിഞ്ഞില്ലേലും വേണ്ട, ഭർത്താവിന് ആത്മാവിനെ ഉപദ്രവിക്കാതെ വിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആത്മാവ് കൊണ്ടുവന്നു. അപ്പൊ ഈ പേര് പറഞ്ഞ ആളെ രാത്രി വീട്ടിൽ പോയി പൊക്കി അയാളെ അന്വേഷിച്ചപ്പം അയാൾ 2ാമത്തെ ആളുടെ പേര് പറഞ്ഞു. 2 പേരെ അറസ്റ്റ് ചെയ്തു, കേസ് തെളിയിച്ചു. അപ്പൊ ഈ സംഭവം കോടതി പറയാൻ പറ്റത്തില്ല. ഇത് എവിഡൻസ് ആക്കില്ല, ആത്മാവിനെ വിളിച്ചു വരുന്ന എഴുതാൻ പറ്റിയല്ല. ഈ ആത്മാവ് പറഞ്ഞത് എവിഡൻസ് അല്ല. അപ്പൊ ഞങ്ങൾ ശാസ്ത്രീയമായ കേസ് അന്വേഷിച്ച് ഈ കുത്തിയെ കത്തി പിടിച്ചെടുത്തു.